പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളുടെയും പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുക്കാതെ വരുന്നതാണ്. പ്രധാനമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അവിടെ വളരെയധികം ധൈര്യം നമുക്കുണ്ടായിരിക്കണം. സോ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിലായിരിക്കും പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നീ അല്ലേ അത് ചെയ്തത്, നീ പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്, നീ എന്തിനാ എന്നോട് അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ ചെയ്തത്, അല്ലെ അച്ഛനും അമ്മയും എന്തിനാ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ കേട്ടത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ ചെയ്യുന്നത്, നമ്മൾ റെസ്പോൺസിബിലിറ്റി നമ്മുടെ തലയിൽ നിന്ന് ഊരുക, അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നമ്മൾ ഒഴിവാകുക, അത് വേറൊരാളുടെയെങ്കിലും തലയിലേക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു ഡിസിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ നമ്മൾ തയ്യാറാകണം. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, നമ്മൾ എപ്പോഴാണോ മനസ്സുകൊണ്ട് ഓക്കെ ഞാനാണ് ഇതിന് റെസ്പോൺസിബിലിറ്റി, ഇപ്പോൾ ഞാൻ ഈ എടുത്ത തീരുമാനം അത് തെറ്റായിപ്പോയി, പക്ഷെ ഞാൻ തന്നെയാണ് ഇതിന് റെസ്പോൺസിബിലിറ്റി എന്ന് ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഓക്കെ, അത് ഗിൽറ്റി ഫീലിംഗ് മാത്രമല്ല, ഗിൽറ്റി ഫീലിംഗ് അല്ല വരുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ഏറ്റെടുക്കുകയാണ്, നമ്മൾ ഒന്നിന്റെ കാര്യം ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയൊരു മാറ്റം വരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. സോ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഈ റെസ്പോൺസിബിലിറ്റി ആരുടെയെങ്കിലും തലയിലേക്ക് വെക്കാൻ ശ്രമിക്കുന്ന ഒരു ഇതിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പാണ് ആ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ദയവായി ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക. അത് നിങ്ങൾ അവരോട് പോയി പറയണമെന്നൊന്നുമില്ല, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏറ്റെടുത്താൽ മതി. യെസ്, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദിസ്. 100% ഈ ഒരു ഡിസിഷന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഈ ഡിസിഷൻ ഞാൻ എടുത്തത് കൊണ്ട് തന്നെ അതിന്റെ ഔട്ട്കത്തിന്റെയും റെസ്പോൺസിബിലിറ്റി എനിക്ക് തന്നെയാണ്. അതിന്റെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, അതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്തായാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഫുള്ളായിട്ട് എനിക്ക് തന്നെയാണ്. ഇനി പോയി ആയിക്കോട്ടെ, നമ്മളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഡിസിഷൻ ചിലപ്പോൾ തെറ്റായി പോയേക്കാം, അല്ലെ നമുക്ക് വന്നിട്ടുള്ള ആ റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ബെനിഫിഷ്യൽ അല്ലാതായേക്കാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ഇനി അത് നന്നായി ചെയ്യാനായിട്ടുള്ള ഇനി അടുത്ത ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വൈസായിട്ട്, കുറച്ചുകൂടെ ചിന്തിച്ച്, കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ഞാൻ ഈ ഡിസിഷൻ എടുക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയാൽ തന്നെ നമ്മുടെ കോൺഫിഡൻസ് വളരെയധികം നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും സോൾവ് ആകുകയും ചെയ്യും. എപ്പോഴും ഈ റെസ്പോൺസിബിലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന്റെ പേരിലായിരിക്കും നമ്മളുടെ പല പ്രശ്നങ്ങളും നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, നമ്മുടെ ഡിസിഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ഏറ്റെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അത് നിങ്ങളുടെ എബിലിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്.